ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യണം. ഞാനിപ്പോൾ ഉള്ളത് ദുബായ് എക്സിബിഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ദുബായിൽ എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പോ ഞാൻ ഇങ്ങോട്ട് എത്തിയത് മെട്രോ വഴിയാണ്. മെട്രോ വഴി വരികയാണെങ്കിൽ നമ്മളുടെ എൻട്രൻസ് ദുബായ് എക്സിബിഷൻ സെൻറ്ററാണ്. നമ്മളിവിടെ നമ്മൾ ടിക്കറ്റ്, അതുപോലെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൊടുത്ത് അകത്തേക്ക് പോവാം. ഇവർ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കകത്ത് ഒരു ചെക്കിങ് കൂടെ ഉണ്ട്. നമ്മളെ ബാഗ് കാര്യങ്ങളെല്ലാം സ്കാനർ വഴി കടത്തി വിടണം. ഇതൊരുപാട് കാലത്തിന് ശേഷം നമ്മളൊരു പ്രതീക്ഷകൾക്കത്ത് ഉയരുമോ എന്ന് അറിയില്ല. പക്ഷെ നമുക്കുള്ളിൽ പോയി നോക്കാം. ജസ്റ്റ് നമ്മളിവിടെ നമ്മളെ ബാഗ് കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്യാൻ നോക്കുന്നത്. ഇത് മൊത്തത്തിൽ നമ്മുടെ എക്സ്പോ ഒരു ഇന്നോവേഷൻ, അതുപോലെ സസ്റ്റൈനബിലിറ്റി അങ്ങനെ പറഞ്ഞ ഓരോ സെഷനാക്കി മാറ്റി സെഷനുകളുണ്ട്. ജസ്റ്റ് അതിൻ്റെ നടുവിലായിട്ട് ഈ വാസൽ നമ്മളെ കാണുന്ന ഡൂം ഷേപ്പിലുള്ള ബിൽഡിങ്ങാണ് അൽവാസൽ. അൽവാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിയുടെ പഴയ പേരാണ്. അതായത് ദുബായ് ആവുന്നതിന് മുമ്പേ ഇതിലൂടെ ട്രേഡിങ്, നമ്മളുടെ കപ്പൽ വഴിയൊക്കെ വ്യാപാരങ്ങളൊക്കെ നടന്നിരുന്ന സമയത്ത് ഒരു ഹബ്ബ് എന്നുള്ള രീതിയിൽ ആയിരിക്കണം അൽവാസൽ. ദ കണക്ഷൻ എന്നോ ദ കണക്ടർ എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഒരു ജസ്റ്റ് അവിടെ ലീഫ്ലെറ്റിൽ വായിച്ചതാണ്. ഈ അൽവാസൽ എന്ന് പറഞ്ഞ സ്ട്രക്ചർ അത്ഭുതമാണ്. കാരണം ഇതിപ്പോൾ ചെറിയൊരു ക്യാമറ ഉണ്ട്, നിങ്ങൾക്കതിപ്പോൾ എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതൊരു വലിയൊരു സ്ട്രക്ചറാണ്. ഈ എക്സ്പോ 2020 ലോഗോ തന്നെ ഒരു മോതിരത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. ഏകദേശം ആ സ്ട്രക്ചർ തന്നെയാണ് ഈ അൽവാസൽ. വല്ലാത്തൊരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ രാത്രി അതിഗംഭീരമാണ്. പകലും നമ്മളിപ്പോൾ ഇതിനകത്ത് എന്തായാലും വല്ലാത്തൊരു കാറ്റും ഒരു വല്ലാത്തൊരു ആംബിയൻസാണ്. നിങ്ങൾക്ക് നേരിട്ട് വന്നാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ദുബായിലോ അബുദാബിയിലോ അല്ലെങ്കിൽ UAEയിലോ അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്തായാലും എക്സ്പോ വരണം. കാരണം ഇത് ഒരു ബിസിനസ് ഇവൻ്റ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കരുത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ കണ്ടുള്ള ഏറ്റവും വലിയൊരു ഇവൻ്റ് ആയിരിക്കും. കാരണം ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഒരു 10% 20% അപ്പുറമൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയും സമയമെടുത്ത് കാണേണ്ട അത്രയും സെറ്റപ്പാണ്. ഞങ്ങളിപ്പോൾ ഈ സ്ട്രക്ചറിൽ അവരുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ അവരുടെ സൈറ്റിലുണ്ട്, യൂട്യൂബിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഫാബ്രിക്, അതുപോലെ മെക്സിക്കോന്ന് വന്ന് US വന്ന് ചൈനയിൽ പോയി കട്ട് ചെയ്ത് വന്ന് മെക്സിക്കോന്ന് ഇറ്റലിയിൽ നിന്നെല്ലാം വന്ന ഓരോ ഭാഗങ്ങളും ഓരോ രാജ്യങ്ങളിൽ നിന്ന് വന്ന് അത് അസംബിൾ ചെയ്തതാണ്. അത് അത്രയും ഒരുപാട് പേരുടെ എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്നൊരു ദിവസം വരുന്നത് പോലെ അല്ലല്ലോ. ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം. ഞാൻ 2014 വരുന്ന സമയങ്ങളിൽ തന്നെ അവരിത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് വേണ്ടിയുള്ള വർക്കുകൾ നടക്കണം. അപ്പോൾ ഇത്രയും വർഷത്തെ എഫേർട്ടാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് വേണ്ടി 1-2 വർഷം കൊണ്ടോ അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷമെങ്കിലും ഇതിൻ്റെ മൊത്തം എഫേർട്ടോടെ ഉണ്ടാവും. ഇതിൽ നമ്മൾ ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പല കോർണറിലും നമ്മളെ മലയാളികളെ കാണാം, ഇന്ത്യക്കാരെ കാണാം. ലോകരാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലും ലഭ്യമാണ്. ഞാൻ അതിന് ശേഷം പുറത്തിറങ്ങി ആദ്യമായിട്ട് പോയത് ജർമ്മനിയുടെ പവലിയനിലാണ്. ജർമ്മനിയുടെ പവലിയനിൽ ആദ്യം നമ്മളുടെ പേരും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. അവർ നമുക്കൊരു RFID ടാഗ് നമ്മുടെ കോളേജിലോ ഓഫീസിലൊക്കെ പോകുമ്പോൾ പോലത്തെ ടാഗ് തന്നു. നമ്മൾ ആദ്യം ഇത് ജസ്റ്റ് ഒരു ടാഗാണെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ അതിൽ അവർ മാജിക് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഇന്നലെയും ഇന്നൊക്കെയായി ഒരുപാട് രാജ്യങ്ങളുടെ പവലിയനിൽ കണ്ടിട്ടുണ്ടെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത തോന്നിയത് എന്താ വെച്ചാൽ അവരെല്ലാവരും ഒരു കോമൺ തീമിലേക്ക് ചുരുങ്ങിയതാണ്. മറ്റു രാജ്യങ്ങൾ അവരുടെ ടെക്നോളജിക്കൽ സ്കോപ്പുകളും അവരുടെ കാര്യങ്ങളും അവരുടെ പാസ്റ്റും ചരിത്രമൊക്കെ പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ഫ്യൂച്ചറാണ് പറയുന്നത് സസ്റ്റൈനബിലിറ്റി. അതായത് നമ്മളെങ്ങനെ എനർജി സേവിങ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി, അതുപോലെ നമ്മളുടെ മറ്റ് ഓവർ യൂട്ടിലൈസേഷൻ, നാച്ചുറൽ റിസോഴ്സിൻ്റെയൊക്കെ ഓവർ യൂട്ടിലൈസേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹോൾ വേൾഡിനെ തന്നെ നമുക്ക് എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് ജീവിക്കാം. ഇനിയുള്ള കാലത്ത് ഇനി വരുന്ന ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജനറേഷനെ നമുക്ക് എങ്ങനെ
കൂടുതൽ എഫിഷ്യൻ്റായി ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു കോമൺ തീം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് ജർമ്മനിയുടെ പവലിയൻ്റെ ഉള്ളിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു, ഈ ഓരോ ബാളും അവരിപ്പോൾ ജർമ്മനി എന്ന രാജ്യം ഇപ്പോൾ സസ്റ്റൈനബിളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ ചെറിയ ടെക്നിക്കൽ വളരെ ചെറുതാണ് നമുക്ക് തോന്നുമെങ്കിലും ഓൾ ഇൻ ഓൾ എഫക്റ്റിൽ വളരെ വലുത്. ഇപ്പോൾ ഒരു ആ ബോൾ നമുക്കതിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ഉപയോഗിക്കുന്ന ഒക്ടോബർ ഫെസ്റ്റ്, ഞാനൊരു ബോൾ ചെക്ക് ചെയ്തപ്പോൾ ഒക്ടോബർ ഫെസ്റ്റിൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ജർമ്മനിയിൽ നടക്കുന്നത്. അതിൻ്റെ ഫുൾ എനർജി അവർ റിന്യൂവബിളാണ് ഉപയോഗിക്കുന്നത്. ഇതതുപോലെ അവരുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ ശ്രദ്ധിച്ചാൽ നോർവേ എന്ന രാജ്യം ആൾമോസ്റ്റ് 98% ടോട്ടൽ റിന്യൂവബിൾ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ വെറും 2% അടുത്ത് അവർ നോൺ റിന്യൂവബിൾ പെട്രോളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്പ് പൊതുവെ ലോകരാജ്യങ്ങൾക്കുള്ളൊരു ഉത്തരമാണ്. നമ്മൾ അമേരിക്ക നോക്കുക, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറയുന്നില്ലേ, ഈ രാജ്യങ്ങൾ എത്ര എഫക്റ്റീവായിട്ടാണ് അവരുടെ ബയോഡൈവേഴ്സിറ്റി, അവരുടെ നാച്ചുറിനെ, അവരുടെ ചുറ്റുപാടുകളിൽ എത്ര കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ നമ്മൾ എത്ര കണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വേറെ കുറേ സ്പെയിനിൻ്റെ, പോർച്ചുഗലിൻ്റെ അല്ലെങ്കിൽ സ്വീഡൻ്റെ ഏത് രാജ്യത്തിൻ്റെയും അവരുടെ ഒരു കോമൺ മോട്ടോ ഇതാണ്: നമ്മൾ സസ്റ്റൈനബിളായിട്ട് നമ്മളെങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇനിയൊരു ഫ്യൂച്ചറിന് നമുക്കൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മളും നേച്ചറും തമ്മിലുള്ളൊരു ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു മനസ്സിലാക്കി കൊണ്ടുള്ള ജീവിതം അല്ലാതെ നമുക്ക് മുന്നോട്ട് പോക്കില്ല എന്നുള്ളതാണ് പൊതുവേ യൂറോപ്പ് രാജ്യങ്ങളിൽ ഞാൻ കണ്ട ഒരു കോമൺ ഇത് മറ്റു രാജ്യങ്ങളും ഡിഫറെൻ്റാണ്. പല രാജ്യങ്ങളും നമ്മളടക്കമുള്ള പല രാജ്യം നമ്മളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമ്മളുടെ എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞത്. അതൊരു വ്യത്യസ്തമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് തന്ന RFID കൊണ്ട് അവരിവിടെ ഒരു മാജിക് കാണിച്ചെന്ന് പറഞ്ഞില്ലേ, ആ മാജിക് ഇതിൻ്റെ ഉള്ളിലാണ് കാണിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ഞാൻ മറ്റു രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, വേറെ വീഡിയോസായിട്ട് ഇടാം. ഇത് ഒരുപാട് ലെങ്താവും. ഇത് ഒരു 6 മാസമൊന്നും കണ്ടു തീർക്കാൻ കഴിയാവുന്ന സംഭവമല്ല. ബട്ട് ഇതൊരു ചെറിയൊരു എഫേർട്ട്. ഓക്കെ, താങ്ക് യു. Take a look around. With you, the world is sitting in this room. You all come from the most different places. And as different as you are, you all voted for the same beliefs and showed that you care. During your journey through the campus, you all voted for sustainability, responsibility. You all have voted for a world worth living in. Let's try a little experiment. As we think the same way, we can move the same way. Look, you're not stuck any longer. Let's move together and inspire the people around us to move as well.